മറുവശത്ത് കുഞ്ഞൻ വർഷയുടെ വീട്ടിലേക്ക് വളരെ വേഗത്തിൽ വണ്ടി ഓടിച്ചു. അവളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വർഷയോട് അവൾക്ക് ദേഷ്യം തോന്നി. വർഷയുടെ വീട് വർഷ പുറത്ത് ഹാളിലിരിക്കുകയായിരുന്നു. അവൾ വീട്ടിൽ തനിച്ചായിരുന്നു. രാവിലെ മുതൽ വർഷയ്ക്ക് വയ്യായിരുന്നു. അവൾ തലകറക്കവും കഠിനമായ തലവേദനയും ഉണ്ടായിരുന്നു. അപ്പോഴാണ് വീടിൻ്റെ വാതിൽ തുറക്കുന്ന ശബ്ദം അവൾ കേട്ടത്. വർഷ വേഗം അവളുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഗരിമയായിരുന്നു. ഗരിമ, നീ വന്നു? എന്ത്, ജോലി കഴിഞ്ഞു? എൻ്റെ കയ്യിലെന്താ? ഞാൻ നിനക്ക് ജ്യൂസ് വാങ്ങിയിരുന്നു. ഫ്രഷായ ജ്യൂസാണ്, ഇന്നാ, മടി കാണിക്കാതെ കുടിക്കും. വർഷ ഗരിമയുടെ കയ്യിൽ നിന്ന് ജ്യൂസ് വാങ്ങി കുടിച്ചു. അപ്പോഴാണ് കുഞ്ഞൻ വർഷയുടെ വീട്ടിലേക്ക് വന്നത്. ചിരിച്ചിരിക്കുന്ന വർഷയെ കണ്ടതും കുഞ്ഞിന് അവളോട് ദേഷ്യം തോന്നി. ദേഷ്യത്തോടെ അവരുടെ പിറകിൽ നിന്ന് കൈയടിക്കുന്നു. വർഷ, നീ എത്ര ക്രൂരനായിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. വർഷ, എന്തിനാണ് നീ എൻ്റെ ഏട്ടനോട് ഇത് ചെയ്തതെന്ന്? എന്തുകൊണ്ട്? അത്രയും പറഞ്ഞ് അവൾ വർഷയുടെ അടുത്തേക്ക് പോയി അവളുടെ കവിളിൽ അടിച്ചു. വർഷയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. പക്ഷെ അവളൊന്നും പറയുന്നില്ല. അവൾ ഒരു കുറ്റവാളിയെ പോലെ മുഖം താത്തി നിന്നു. നിനക്ക് നാണില്ല വർഷേ? ഒരിക്കൽ പോലും എൻ്റെ ഏട്ടനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ ഏട്ടൻ്റെ ജീവിതം നശിപ്പിച്ചതിന് ശേഷം നീ ഇത്ര സന്തോഷിച്ച് ജീവിക്കുമെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീ എൻ്റെ ഏട്ടനെ ശരിക്കും പ്രണയിച്ചിട്ടില്ലേ? വർഷ, എൻ്റെ ഏട്ടനെ നിന്നെക്കുറിച്ച് പറയാൻ നേരമുള്ളൂ. പക്ഷെ ഇപ്പോൾ എൻ്റെ ഏട്ടൻ നിന്നോട് വെറുപ്പാണ്. വർഷ ഒന്നും വേണ്ടിയില്ല. അവളുടെ കണ്ണുനീർക്ക് അവളോട് ഒലിച്ചിറങ്ങി. എൻ്റെ മുഖത്തേക്ക് നോക്ക് വർഷ. എനിക്കറിയണം നീ എന്തിനാ എൻ്റെ ഏട്ടനെ ചതിച്ചതെന്നും നീ എന്തിനാണ് ഇത് ചെയ്തതെന്നും. ഇതിൽ നിന്നെല്ലാം നിനക്ക് എൻ്റെ നേട്ടമാണ് ഉണ്ടായത്. എൻ്റെ ഏട്ടൻ്റെ ഹൃദയം വെറുപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നീ ഒറ്റ വിധത്തി കാരണം എൻ്റെ ഏട്ടനും ഏട്ടത്തെയും സ്നേഹത്തിലല്ല കഴിയുന്നത്. ഇത് കേട്ട് വർഷ ഞെട്ടി. നിന്നെപ്പോലുള്ള ഒരു പെൺകുട്ടി മരിക്കണം. വീണ്ടും കുഞ്ഞൻ്റെ ദേഷ്യവും വർഷയുടെ നേരെയാണ്. കുഞ്ഞൻ പറഞ്ഞ് കേട്ടുകൊണ്ടിരുന്ന ഗരിമ ഒടുവിൽ അവളോട് പറഞ്ഞു, നീ പറഞ്ഞ ശരിയാണ്, അവൾ മരിക്കണം. നീ പറഞ്ഞ പോലെ വർഷ വഞ്ചിക്കുകയാണല്ലോ. ഗരിമ, വേണ്ട, മിണ്ടാതിരിക്കുക. മറുവശത്ത് ധ്വനി മുറിയിൽ നിന്ന് പോവാൻ നിന്നതും അഗ്നി പെട്ടെന്ന് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു. ധ്വനി ഇതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ പിടിച്ചത് അവളുടെ ഹൃദയമിടിപ്പ് കൂടി. സോറി. കടുവനോട് സോറി പറയേ? ഇനി എനിക്ക് തോന്നിയതാവോ? എന്താ, ശരിക്കും കേട്ടില്ല? അല്ല, എന്നോട് ഇതിനെ സോറി പറഞ്ഞ് എനിക്ക് അവിടെ സോറി കേൾക്കേണ്ട. ഞാൻ പോവാം എന്ന് പറഞ്ഞ ധ്വനി മുറിയിൽ നിന്നിറങ്ങി. ഈ സമയം ഗരിമ, ഇല്ല എന്ന് ഞാൻ മിണ്ടാതിരിക്കില്ല. നിന്നെപ്പോലെ വലിയ മനസ്സെനിക്കില്ല വർഷ. നീ എന്തിനാ ഇവിടെ പറയുന്നൊക്കെ ഇങ്ങനെ കേട്ട് നിൽക്കുന്നേ? നിന്നെങ്ങനെ പറയുന്ന കേട്ടുന്ന എനിക്കാവില്ല വർഷ. എല്ലാം നിന്നെ തെറ്റിദ്ധരിക്കുന്നത് ഞാൻ സഹിക്കില്ല. രണ്ടുപേരുടെ നാടകം കഴിഞ്ഞു. എന്ത് നാടകം? ഞങ്ങൾ നാടകമൊന്നും കളിക്കില്ല. കുട്ടി പറയുന്നത് ഞങ്ങൾ കേട്ടു. ഇനി ഞാൻ പറയുന്നത് കുട്ടി കേൾക്കും എന്ന് പറഞ്ഞ് ഗരിമ വർഷയുടെ മുറിയിലേക്ക് പോയി. ധ്വനി, അവൾ പറഞ്ഞത് ശരി തന്നെയല്ലേ? ധ്വനി, അവൾ പറഞ്ഞത് ശരി തന്നെയല്ലേ? എന്നെപ്പോലെ അവളും നേരുന്നുണ്ട്. എൻ്റെ ഏട്ടനല്ല അവൻ, എൻ്റെ ഏട്ടനല്ല. ഈ സൂര്യവംശി വീട്ടിലെ ആരുമല്ല അവൻ. അവൻ എവിടെ ആയിരുന്നാലും സമാധാനം കിട്ടില്ല. ഇതേസമയം വർഷയുടെ വീട്ടിൽ ഞാൻ മാത്രം പോയാൽ ശരിയാവില്ല, നീ കൂടി വാ. ഗരിമ കുഞ്ഞിനെ വർഷയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി. കുഞ്ഞൻ വർഷയുടെ മുറിയിലേക്ക് കയറിയതും ആ മുറിയിൽ മരുന്നിൻ്റെ മണം മാത്രമായിരുന്നു. എന്തേ മൂക്ക് പൊത്തുന്നേ? എന്നെന്തിനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്? നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ മുറിയിലാണ്. ദേ, നീ ഫയൽ വായിച്ചു നോക്കിയിട്ട് ദേ വർഷയെ പറഞ്ഞു. കുഞ്ഞൻ ഫയൽ തുറന്ന് അതിലുള്ളത് വായിക്കാൻ തുടങ്ങി. വീട്ടിൽ അഗ്നി അവൻ്റെ ഓഫീസ് മുറിയിലേക്ക് കയറി. അവിടെ മൊത്തം വൃത്തികേടായി കിടക്കാണ്. അവൻ വേഗം വേലക്കാരനെ വിളിച്ചു മുറി വൃത്തിയാക്കാൻ പറഞ്ഞു. ദൈവമേ, ആ തേപ്പുകാരനെ കുറിച്ച് കേട്ടതും ദേഷ്യം കൂടി വരിക. വിവേക് ചെറ്റ, അവനെപ്പോലുള്ള സുന്ദരിയായ ഒരാളെ പറ്റിച്ച് നാട് കടന്നല്ലടാ. നിന്നോടൊക്കെ ദൈവം ചോദിക്കട്ടെ, എൻ്റെ അച്ഛനമ്മയ്ക്കും എന്നെ കെട്ടിക്കാതിരുന്നൂടെ? അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ തേപ്പുകാരും ഒപ്പിച്ച പണിയാണ്. വർഷയുടെ റിപ്പോർട്ട് വായിച്ചതും കുഞ്ഞ് നെട്ടി. ഫയൽ അവളുടെ കയ്യിൽ നിന്ന് താഴേക്ക് വീണു. വർഷ കുഞ്ഞിൻ്റെ തോളിൽ പിടിച്ചതും അവൾ വർഷയെ കെട്ടിപ്പിടിച്ചു. വർഷ അവളെ സമാധാനിപ്പിക്കാൻ നോക്കിയെങ്കിലും കുഞ്ഞിൻ്റെ കരച്ചിൽ നിൽക്കുന്നില്ല. മറുവശത്ത് അഗ്നി ലാപ്ടോപ്പ് എടുത്ത് ഓഫീസിലെ വർക്കുകൾ ചെയ്തിരിക്കുകയാണ്. എന്നാൽ അവന് വർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവൻ്റെ മനസ്സ് മുഴുവൻ ധ്വനി പറഞ്ഞ വാക്കുകളായിരുന്നു. അഗ്നി ലാപ്ടോപ്പ് അടച്ചു വെച്ച് കുറച്ചു നേരം കണ്ണടച്ചിരുന്നു. കണ്ണടച്ചതും വർഷയുടെ പുഞ്ചിരിക്കുന്ന മുഖമാണ് അഗ്നിയുടെ മനസ്സിൽ തെളിഞ്ഞു വന്നത്. വർഷ പറഞ്ഞ വാക്കുകൾ ഓർത്തതും അഗ്നിയുടെ കണ്ണുകൾ കലങ്ങി. കുഞ്ഞിനിപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വർഷയോട് പറഞ്ഞത് ഓർത്തതും അവൾക്ക് സങ്കടം സഹിക്കാനായില്ല. കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ട് വർഷ അവളുടെ അടുത്തിരുന്നു. നോക്ക്, നീ പറഞ്ഞില്ല, എനിക്കൊരു വിഷമമില്ലടോ. മോളുടെ കണ്ണിൽ ഞാൻ മോളുടെ ഏട്ടിനെ ചതിച്ചവളാണ്. അതിൻ്റെ ദേഷ്യത്തിലല്ലേ മോൾ എന്നോട് ഇതൊക്കെ പറഞ്ഞത്. വർഷ നമ്മളെ സമാധാനിപ്പിച്ചു. കുഞ്ഞൻ വർഷയെ നിറമിഴികളോട് നോക്കി. ചേച്ചി, സോറി, ഞാനൊന്നും അറിയാതെ. ചേച്ചി ഒരുപാട് പറഞ്ഞു. എൻ്റെ ഏട്ടനിപ്പോൾ ചേച്ചിയോട് വെറുപ്പ. ഈ കാര്യം അറിഞ്ഞ പിന്നെ വർഷ ചേച്ചിയോടുള്ള എൻ്റെ ഏട്ടൻ്റെ പിണക്കം മാറും. ഞാനിപ്പോൾ തന്നെ ഈ കാര്യത്തോട് പറയട്ടെ.
കുഞ്ഞിനത് പറഞ്ഞു പോവാൻ നിന്നതും വർഷ അവളുടെ കയ്യിൽ പിടിച്ച് തടഞ്ഞു. പ്ലീസ് മോളെ, നീ എൻ്റെ അസുഖത്തെക്കുറിച്ച് നിന്റെ ഏട്ടനോട് പറയില്ല മോളെ. കുഞ്ഞും വർഷയെ നെട്ടിലൂടെ നോക്കി. വർഷേച്ചി എന്തേട്ടനോട് പറഞ്ഞുകൊണ്ട് എന്ത് സംഭവിക്കും? അവനെ തെറ്റിയറിച്ചാൽ വേദനിക്കും. അത് കാണാൻ എനിക്ക് ആഗ്രഹമില്ല മോളെ. പിന്നെ എൻ്റെ അസുഖത്തെക്കുറിച്ച് അറിഞ്ഞ പിന്നെ അവൻ തകർന്നു പോകും. ഞാൻ അവൻ്റെ കാമുകയായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ അവൻ്റെ ആരുമല്ല മോളെ. ഇന്നും നാളെയും പറഞ്ഞിരിക്കാൻ ഞാൻ എപ്പോൾ മരിക്കുന്നു എനിക്ക് എന്നെ അറിയില്ല. ഇപ്പോൾ അഗ്നിക്കൊരു ഭാര്യയുണ്ട്. ധ്വനിയെ അവനിനെ സ്നേഹിക്കട്ടെ. കുഞ്ഞും വർഷയെ ചേർത്ത് പിടിച്ചു. ചേച്ചി വിഷമിക്കേണ്ട, ഞാനൊരിക്കലും എന്നോട് ചേച്ചി അസുഖത്തെക്കുറിച്ച് പറയില്ല. ചേച്ചി സന്തോഷത്തോടെ ഇരിക്കും. മോളിൽ എന്നെ കാണാൻ വരരുത്, വർഷ പറഞ്ഞു. അഗ്നി ഓഫീസ് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. അവൻ്റെ മുറി പഴയതുപോലെയുണ്ട്. കാറ്റുകൾ മാറ്റിയിട്ടുണ്ട്. ചുവരിലേക്ക് നോക്കിയപ്പോൾ ധ്വനിയുടെ ഫോട്ടോകളില്ല. ധ്വനി അഗ്നിയെ കണ്ടില്ലെങ്കിലും കാണാത്ത പോലെ നിന്നു. അല്ല, എന്തിനാണ് മുറി പഴയതുപോലെ ആക്കിയത് ധ്വനി? നിന്റെ ഇഷ്ടപ്രകാരം നീ മാറ്റിയതല്ലേ ഈ മുറി? അഗ്നി പറയുന്നത് കേട്ട് ദാസൻ ഞെട്ടി. അയ്യോ വേണ്ട, ഇത് നിങ്ങളുടെ മുറിയല്ലേ, അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ മാറ്റിയത് ആണ്. നിങ്ങളെല്ലാം പറഞ്ഞ് നാളെ രാവിലെ ആകുമ്പോഴേക്കും പഴയതുപോലെ ആവുമെന്ന്, അതുകൊണ്ട് ഞാൻ പഴയതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി എന്നെ കടിച്ച് കീറിയുണ്ടല്ലോ. ധ്വനി പറഞ്ഞു കേട്ടതും ദാസിനിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അഗ്നിയെ നോക്കിയതും അവളുടെ ചിരി സൂച്ചിട്ട പോലെ നിന്നു. അയാൾ വേഗം അവിടെ നിന്ന് പോയി. ധ്വനി ഇപ്പോഴും ദേഷ്യത്തോടെ അഗ്നിയെ നോക്കിയായിരുന്നു. അഗ്നി ധ്വനിയോട് സംസാരിക്കാൻ നോക്കി. പക്ഷെ അവൾ ഇടയ്ക്ക് കയറി അവനോട് സംസാരിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവൾക്ക് ചുമ വന്നു. അഗ്നി പെട്ടെന്ന് അടുത്ത് വെച്ചിരുന്ന വെള്ളം ഗ്ലാസ് അവളുടെ ചുണ്ടിൽ വെച്ചു. മറ്റേ കൈ കൊണ്ട് അവളുടെ പുറം തഴുകി. ധ്വനിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു. ഇത് കണ്ടാണ് കുഞ്ഞൻ അങ്ങോട്ട് വന്നത്. അവളുടെ കണ്ണ് പുറത്തേക്ക് വന്നു. അവൾക്ക് സന്തോഷം തോന്നി. വർഷേച്ചി പറഞ്ഞ് ശരിയാണ്. ചേച്ചിയുടെ അസുഖം ഏട്ടനറിഞ്ഞാൽ പിന്നെ ധ്വനിയേട്ടത്തി ഉപേക്ഷി ഏട്ടൻ വർഷ ചേച്ചിയുടെ അടുത്തേക്ക് പോകും. ചേച്ചി മരിച്ച പിന്നെ ഏട്ടൻ വീണ്ടും തനിച്ചാവും. അത് പാടില്ല. ഏട്ടൻ്റെ പാതിയായവൾ ധ്വനിയേട്ടത്തി തന്നെയാണ്. അതും പറഞ്ഞ് കുഞ്ഞൻ അവിടെ മുറിയിലേക്ക് പോയി. വിവേകിന് രാത്രി ഉറക്കം വന്നില്ല. അവൻ അവനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുമായിരുന്നു. നേരം വെളുത്തതും അവൻ മുഖം കഴുകി ജോഗിങ് സൂട്ടിട്ട് പുറത്തേക്കിറങ്ങി. ഇന്നെന്തായാലും അവനെ കണ്ടെത്തി. അവൾ എൻ്റെ ഫ്രണ്ട് ആക്കണം. വിവേക് ഒടുവിൽ അവനെ കാണുന്നു. അവളെ കണ്ടത് വിവേകിൻ്റെ മുഖം വിടർന്നു. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നു. ഹലോ. അവനെ നോക്കി. അവനെ നോക്കാതെ മുന്നോട്ട് നടന്നു പോയി. അവന് എന്നെ മനസ്സിലായോ? അവന് ചെവിയിൽ നിന്ന് ഹെഡ്സെറ്റുകൾ ഊരി മാറ്റി. എന്ത്? അവന് എന്നെ ഓർമ്മയില്ലേ? അന്ന് ആ കേക്ക് കടയിൽ വെച്ച് കണ്ടത് എന്നെയാണ്. ഞാനിന്ന് കുറേ പേരെ കണ്ടിട്ടുണ്ടാവും. അവരൊക്കെ എനിക്ക് ഓർമ്മിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ മുന്നിലൂടെ മുന്നോട്ട് നടന്നു. നീ ഇപ്പോൾ പോക്കോ അവനി, എന്നിങ്ങനെ നീ എൻ്റെ കയ്യിൽ തന്നെ വരും. വിവേക് അവനെ പോകുന്ന നോക്കി അവളുടെ പിന്നാലെ ചെന്നു. അവളെ കയ്യിൽ പിടിച്ചു. അവൾ അവനെ കൂർപ്പിച്ച് നോക്കി. ഇയാൾക്കെന്താ വേണ്ടേ? വെറുതെ എന്തിനെ പിന്നാലെ വരുന്നേ? ഇനി എൻ്റെ പിന്നാലെ വന്നാൽ ഞാൻ പോലീസ് പരാതി കൊടുക്കും. അത് വേണ്ടെങ്കിൽ പൊക്കോ. അവനെ ദേഷ്യത്തിൽ വിവേകിനെ നോക്കിയിട്ട് അവിടെ നിന്ന് പോയി. ഇന്ത്യയിൽ എനിക്ക് ആ കടുവയെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ അഗ്നി നല്ലവനാണോ അതോ അവൻ്റെ ഏട്ടനെ പോലെ ചതിയനാണോ? ഇപ്പോഴും ചിന്തകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ധ്വനി അത്താഴം കഴിക്കാൻ വിളിക്കാൻ ഒരു വേലക്കാരി മുറിയിലേക്ക് വന്നത്. ധ്വനി അവരോടൊപ്പം പുറത്തേക്ക് വന്നു. അഗ്നി ഒഴികെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു. ധ്വനി ഉഷയോടൊപ്പം എല്ലാവർക്കും ഭക്ഷണം വിളമ്പുന്നുണ്ടായിരുന്നു. അഗ്നിയേട്ട് ഇതുവരെ വന്നിട്ടില്ലല്ലോ. എത്ര സമയമായി? ഏട്ടിനി വന്നിട്ട് എപ്പോൾ കഴിക്കാനാണ്? ചിലപ്പോൾ എന്തെങ്കിലും മീറ്റിങ്ങിലായിരിക്കും മോളെ. അത് കഴിഞ്ഞ് അവൻ വന്ന് കഴിക്കും. ഇപ്പം ലേറ്റായി. വന്നാൽ കാത്തിരിക്കാൻ ധ്വനിമോളുണ്ടല്ലോ. ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ധ്വനിയെ കുഞ്ഞൻ നോക്കി. പാവം ഏട്ടത്തി ഇതുവരെയായിട്ടും ഏട്ടനായി സന്തോഷത്തോടെ ഇരുന്നിട്ടില്ല. ഇനിയെല്ലാം ശരിയാവും. ഞാൻ ഇനി ഇവിടെ ഉണ്ടല്ലോ. അമ്മേ, അഗ്നിയേട്ടൻ വന്നാൽ ഞാൻ ഭക്ഷണം കൊടുക്കാം. ധ്വനി പറഞ്ഞു കേട്ട് എല്ലാവരും ഞെട്ടി. അവർക്കെല്ലാം അത് കേട്ട് സന്തോഷം തോന്നി. ഉഷ അവളെ നോക്കി ചിരിച്ചിട്ട് സമ്മതിച്ചു. അവൾ അവന് ഭക്ഷണം കൊടുക്കാൻ കാത്തിരിക്കുകയാണ്. പക്ഷെ അതിനർത്ഥം എൻ്റെ ദേഷ്യം കുറഞ്ഞൊന്നല്ല. ഇന്നലെ രാത്രി അവൻ എന്നെ സഹായിച്ചുകൊണ്ട് മാത്രമാണ്. രാത്രി ഏറെയായി. എല്ലാവരും അവളുടെ മുറിയിലേക്ക് പോയിരുന്നു. ധ്വനിയും അവളുടെ മുറിയിലായിരുന്നു. അവൾ അഗ്നിയെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ അഗ്നി ഇതുവരെ എത്തിയിട്ടില്ലായിരുന്നു. ഈ കടുവ ഇത്ര ലേറ്റ് ആവുന്നേ? എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നുണ്ട്. എല്ലാവരും പറഞ്ഞു പോയി. ആ കടുവ ഭക്ഷണം എടുത്ത് കൊടുക്കാമെന്ന്. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ ഭക്ഷണം എടുത്ത് കൊടുക്കും? എല്ലാത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തു അവിടേക്ക് പോയതാണ് അഗ്നി. വർഷയുടെ വഞ്ചനയ്ക്ക് ശേഷം അവൻ ജോലിയെ തൻ്റെ എല്ലാമാക്കി മാറ്റി. മറ്റെല്ലാം അവൻ വേർതിരുന്നു. മീറ്റിങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് അഗ്നിയെക്കുറിച്ച് സമാധാനം കിട്ടിയത്. ഓഫീസിൽ നിന്ന് ഇറങ്ങിയതും അഗ്നി ഒരു സീരിയൽ വർഷയെ കണ്ടു. ആ സമയത്ത് അവളൊരു ആൺകുട്ടിയുടെ കൂടെയായിരുന്നു. ആ ആൺകുട്ടി വർഷയുടെ ഡോക്ടറായിരുന്നു. അഗ്നി അവരെ രണ്ടുപേരെയും നോക്കി. നീ ഇപ്പോൾ ആരെയാണ് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന വർഷ? എന്നെപ്പോലെ ഇവനെയും പ്രണയം നടിച്ച് പറ്റിക്കാനായിരിക്കും നിന്റെ പ്ലാന്.
വർഷയോടൊപ്പം ചെലവഴിച്ച സമയം, വർഷയുടെ വാഗ്ദാനങ്ങൾ, ഒരുമിച്ച് ജീവിക്കാനും മരിക്കാനുമുള്ള പ്രതിജ്ഞകൾ, പിന്നെ അവളുടെ പെട്ടെന്നുള്ള മാറ്റം, ധോനിയുമായുള്ള നിർബന്ധിത വിവാഹം, അവന്റെ വേദനയ്ക്ക് കാരണമായതെല്ലാം അവന്റെ മനസ്സിൽ കറങ്ങുകയായിരുന്നു. അഗ്നി ഒരു പമ്പിലിരുന്ന് മദ്യം കുടിച്ചുകൊണ്ടിരുന്നു. അവൻ സാധാരണ മദ്യപിക്കാറില്ലായിരുന്നു. പാർട്ടിയിൽ ഇടയ്ക്കിടെ മാത്രം, അത് 1-2 തവണ. പക്ഷെ ഇന്ന് അവൻ കുപ്പി മുഴുവൻ കാലിയാക്കി. ധോനി പെട്ടെന്ന് എണീറ്റു. സമയം 11 മണിയായി. എന്താ കടവ് വരാത്തത്? അങ്ങോട്ട് വിളിച്ചൊന്ന് നോക്കാന്ന് വെച്ചാൽ ആ കടയുടെ നമ്പർ എൻ്റെ ഫോണിലില്ല. ധോനിക്ക് ഇപ്പൊ കാപ്പി കുടിക്കാൻ തോന്നി. അവൾ മുറിയിൽ നിന്ന് ഇറങ്ങി അടുക്കളയിലേക്ക് നടന്നു. എന്നാൽ അടുക്കളയിൽ കുഞ്ഞിനെ ഉണ്ടായിരുന്നു. അവൾ അവിടെ കാപ്പി ഉണ്ടാക്കിയായിരുന്നു. ആ, എഴുതിന്റെ ഉറക്കം വന്നില്ലേ? എഴുതിന് വേണോ? അത് പിന്നെ ഞാൻ മോൾ ഏട്ടനെ കാത്തിരിക്കായിരുന്നു. ഇത്ര ടൈമായിട്ടും വന്നില്ല. സാധാരണ ഇത്ര ടൈം ആവാറില്ല. ഏട്ടൻ വരുമായിരിക്കും. കാപ്പി വേണോ? അതെ, ഞാനും കാപ്പി ഉണ്ടാക്കാൻ ഇങ്ങോട്ട് വന്നതായിരുന്നു. അപ്പോഴേ മോളെ ഇവിടെ കാപ്പി ഉണ്ടാക്കുന്നത് കണ്ടത്. കുഞ്ഞൻ ധോനിയോട് ഓരോന്ന് സംസാരിച്ചിട്ട് കാപ്പി ഉണ്ടാക്കാൻ തുടങ്ങി. അഗ്നിപ്പോയും പമ്പിലായിരുന്നു. അവൻ നന്നായി മദ്യപിച്ചിരുന്നാൽ അവന് കാർ ഓടിക്കാൻ പോലും കഴിഞ്ഞില്ല. പമ്പ് മാനേജർക്ക് അഗ്നി നന്നായി അറിയാവുന്നതിനാൽ അയാൾ തന്റെ ഡ്രൈവർ അഗ്നിയുടെ കൂടെ അയച്ചു. കുഞ്ഞൻ 2 കപ്പ് കാപ്പിയുമായി ഗാർഡനിലേക്ക് നടന്നു. വടത്തി നമുക്കിവിടെ ഇരിക്കാം, ഗാർഡനിലെ ഊഞ്ഞാലിലിരിക്കാം. ധോനിയും കുഞ്ഞിന്റെ കൂടെ ഊഞ്ഞാലിരുന്നു. ധോനി ഗേറ്റിന്റെ ഭാഗത്തേക്ക് നോക്കി. അഗ്നിയുടെ കണ്ണുകൾ മദ്യലഹരിയിൽ അടഞ്ഞുകൊണ്ടിരുന്നു. വിഷമിക്കേണ്ട അടുത്ത് ഏട്ടൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിക്കാണും. ധോനി ഗേറ്റിലേക്ക് നോക്കിയിരിക്കുന്ന കണ്ട് കുഞ്ഞൻ പറഞ്ഞു. ധോനി വേഗം ഗേറ്റിന്റെ ഭാഗത്തുനിന്ന് നോട്ടം മാറ്റി കാപ്പി കുടിച്ചു. എഴുത്തിക്ക് എൻ്റെ അഗ്നിയേട്ടൻ ഇഷ്ടമാണോ? കുഞ്ഞൻ പെട്ടെന്ന് ചോദിച്ചു. ധോനി ഞെട്ടി. എൻ്റെ അഗ്നിയേട്ടൻ ദേഷ്യപ്പെടുമെങ്കിലും പാവയേട്ടത്തി. മോളുടെ ഏട്ടൻ അത്ര പാവൊന്നുമല്ല, കടുവയാണ്. എപ്പോഴും എൻ്റെ മേൽ പൊട്ടിത്തെറിക്കുന്ന ദേഷ്യം നിറഞ്ഞ ഒരു അഗ്നിപർവ്വതം. അവൻ ആരെയും ശ്രദ്ധിക്കാറില്ല. എപ്പോഴും സ്വന്തം അഭിപ്രായം മാത്രം പറയുള്ളൂ. ആ കടുവയ്ക്ക് മനസ്സാക്ഷി എന്ന് പറഞ്ഞ സാധനമില്ല. അഗ്നിയെക്കുറിച്ച് ധോനി പറഞ്ഞ ഓരോ കാര്യം സത്യമാണെന്ന് കുഞ്ഞിന് അറിയാമായിരുന്നു. വർഷയ്ക്ക് ശേഷം അഗ്നി ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ധോനിയായിരുന്നു. ധോനി എടുത്ത് എൻ്റെ ഏട്ടനും ഒരാളെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഏട്ടത്തിയുടെ അതേ അവസ്ഥ ഏട്ടന് സംഭവിച്ചു. ഇത് കേട്ടതും എന്തോ തെറ്റായി കേട്ടതുപോലെ ധോനിക്ക് തോന്നി. ഏട്ടൻ വർഷയെ സ്നേഹിച്ച ആർക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര. എന്നാൽ ആ ചേച്ചി ഏട്ടനെ ഉപേക്ഷിച്ചു. അതിനുശേഷം കുഞ്ഞൻ പകുതി സത്യവും പകുതി നുണയും അവളോട് പറഞ്ഞു. കുഞ്ഞൻ പറഞ്ഞു കേട്ടതും അവളുടെ ഹൃദയം നീറി. അവളുടെ കണ്ണുകൾ നനഞ്ഞു. അവളെ എന്നിട്ട് അകത്തേക്ക് ഓടി.